നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ കുടുംബം ഹൈക്കോടതിയിലേക്ക്. സംശയങ്ങൾ നിരവധി ഉയരുമ്പോഴും ഗോവൻ സ്വാമിയുടേത് സമാധിയാണെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. മരുന്നും ഭക്ഷണവും കഴിച്ച ശേഷം ഗോവൻ സ്വാമി നടന്നുപോയി സമാധി സ്ഥലത്തിരുന്ന് മരിച്ചു എന്നാണ് ഇളയ മകൻ രാജസേനന്റെ മൊഴി. എന്നാൽ സമാധിയായെന്ന നോട്ടീസ് നേരത്തെ അടിച്ചതാണോ എന്നതിലടക്കം പോലീസിന് സംശയമുണ്ട്. സാഹചര്യങ്ങൾ പരിശോധിച്ച് 2 ദിവസങ്ങൾക്കുള്ളിൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കല്ലറ തുറന്നു പരിശോധിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. എതിർപ്പുകൾ ശക്തമായ സാഹചര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് പോലീസ് നീക്കം. കല്ലറ പൊളിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെ നിയമപരമായി നേരിടാനാണ് കുടുംബത്തിന്റെ നീക്കം. ഹൈന്ദവ സംഘടനകളുമായി ചേർന്നാണ് ഹൈക്കോടതി സമീപിക്കുക. കൂടാതെ നെയ്യാറ്റിൻകര സമാധി കേസിൽ ദുരൂഹത സംശയിച്ച് പോലീസ് ഗോവൻ സ്വാമി മരിച്ച ദിവസം 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ 2 പേരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി. കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരും വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ 2 പേർ രാവിലെ വന്ന് ഗോവൻ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചുപോയി എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം ഗോവൻ സ്വാമി അടക്കിയ കല്ലറ പൊളിക്കാനുള്ള തീരുമാനം കനത്ത പ്രതിഷേധം മൂലം ഉദ്യോഗസ്ഥർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ന് പുതിയ തീയതി തീരുമാനിക്കും. സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാവും ഇനി തീയതി നിശ്ചയിക്കുക. പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാകും തീരുമാനം എടുക്കുക. ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നും സബ് ഇൻസ്പെക്ടർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ തിങ്കളാഴ്ച നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. ഇരു വിഭാഗത്തെയും പോലീസ് സ്ഥലത്തു നിന്നും മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുകയായിരുന്നു. കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാനായി സാധിക്കില്ലെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം.